എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഓരോരോ ടീംസ് ആയിട്ട് കളക്ഷൻ ഓഫീസുകള് തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈനോയുടെ ടീം അവരാ ഇൻഫോമറെ തന്നെ ഇപ്പൊ എടുത്തിട്ട് ഇടിക്കുകയാണ്. ഈനോ പറയും ഇവനെ ഇബിക്കയുടെ കൈ കൊടുക്കണം, അവൻ ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നു പറയുമ്പോ ചോച്ചി പറയും എനിക്ക് തോന്നുന്നത് ഇവിടേക്ക് അക്കാസ്കി മെമ്പേഴ്സ് അവര് വന്നിട്ടില്ലെന്നാണ്. അതിന് വേറൊരുത്തൻ പറയും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അവരോരോരുത്തരും ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരാള് ഡോറായി മാറും, ഒരാള് ചെടികൾക്കിടയില് ഇപ്പൊ ചെടിയായി മാറും, മറ്റൊരുത്തൻ ഇപ്പൊ വെള്ളത്തിനടിയില് മുങ്ങിക്കിടക്കും. അങ്ങനെ എല്ലാവരും ആ അക്കാസ്കി മെമ്പേഴ്സിനെ കാത്ത് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ടീംസും ഇപ്പൊ ഓരോരോ കളക്ഷൻ ഓഫീസിന്റെ അടുത്ത് പോയിട്ട് മറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈനോ അവള് തട്ടും പുറത്ത് കയറി താഴേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പൊ വേറൊരു ജൂനിയൻ അവൻ പിടിച്ചു വെച്ച ആ ഇൻഫോമറെ പോലെ ഇപ്പൊ രൂപം മാറും. കട്ട് ചെയ്താ ഇവിടെ ഹീഡനാവട്ടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പുറകിലാരോ വരുന്നത് കാണുമ്പോ അവൻ പറയും ഓ നീ വന്നോ, ക്യാഷ് ഒക്കെ എണ്ണി തീർത്തോന്ന് പറഞ്ഞ് അവൻ പുറകിലേക്ക് നോക്കുമ്പോഴായിരിക്കും അത് മറ്റാരുമല്ല, സാക്ഷാൽ ആസുമ. ആസുമ ചാടി വീണ് ഇപ്പൊ അവനെ അടിക്കാൻ നോക്കുമ്പോ വില്ലൻ വിട്ടുകൊടുക്കില്ല. അവനും ചാടി എഴുന്നേറ്റ് ഇപ്പൊ ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. വില്ലൻ കത്തിയെടുത്ത് ഇപ്പൊ ആസുമയെ വെട്ടാനായിട്ട് നിൽക്കുമ്പോ അവനെ കൊണ്ട് അനങ്ങാൻ കഴിയില്ല. കാരണം ഷിക്കമരു അപ്പോഴേക്കും അവന്റെ ഷാഡോ ക്ലൗൺ വെച്ച് ഇപ്പൊ വില്ലനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മറ്റു രണ്ട് ഷിനോബീസ് ഇപ്പൊ കത്തിയെടുത്ത് ഓടി വന്ന് അവന്റെ വയറ്റില് കുത്തി അങ്ങോട്ട് കയറ്റും. രക്തം തുളുമ്പി അവന്റെ ജീവൻ പോകുമ്പോഴും അവൻ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിന് വില്ലൻ പറയും എനിക്കൊരു പോറല് പോലും ഏറ്റിട്ടില്ല, ചെറിയൊരു പെയിൻ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. അപ്പൊ ഹീഡൻ ഇപ്പൊ ആസുമയുടെ അരയിലുള്ള ആ ഒരു ടവല് കാണും. അപ്പൊ നീയും ആ ഒരു 12 ഗാർഡിയൻ ഷിനോബീസിലുള്ള ഒരു ഷിനോബിയാണല്ലേ, നിന്നെ തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ച് നടന്നത്, കറക്റ്റ് സ്ഥലത്ത് തന്നെ നിന്നെ എനിക്ക് പിടുത്തം കിട്ടി, ഇവിടെ വെച്ച് തന്നെ നിന്റെ കഥ ഞാൻ കഴിക്കുമെന്ന് ഇപ്പൊ വില്ലൻ പറയും. അപ്പൊ ആസുമയ്ക്ക് മനസ്സിലാവും ചിറിക്കോയുടെ ബോഡി അത് ഓൾറെഡി അവര് കളക്ഷൻ ഓഫീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. ആസുമ പറയും ഞങ്ങൾ ലീഫ് വില്ലേജിൽ നിന്ന് വന്നവരാണ്, നിങ്ങളെപ്പോലുള്ള അക്കാസ്കി മെമ്പേഴ്സിനെ കൊന്നു തള്ളലാണ് ഞങ്ങളുടെ മിഷൻ. നിന്റെ കൂടെയുള്ള മറ്റൊരു അക്കാസ്കി മെമ്പർ അവനെവിടെ? അതിനവൻ ചിരിക്കും നിനക്ക് എന്നെ കൊല്ലണോ, അതിനു മാത്രം ശക്തി നിനക്കൊണ്ടോ ചോദിക്കുമ്പോ അതേ സമയത്ത് മറ്റേ വില്ലൻ അവൻ ഷിക്കമരുവിനെ നോക്കി ഇപ്പൊ ചാടി അങ്ങോട്ട് വീഴും. പക്ഷെ ഷിക്കമരു അവൻ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് എസ്കേപ്പ് ആവും. പക്ഷെ എന്താ അവന്റെ ഷാഡോ ക്ലൗൺ അത് ബ്രേക്കായി ഹീഡൻ അവനിപ്പോ റിലീസാവും. അവൻ പറയും അസുമ അവന്റെ ജീവൻ അതെനിക്ക് തന്നെ വേണം, അവന്റെ ബോഡിക്ക് കിട്ടുന്ന പണം അത് നീ എടുത്തോ, പക്ഷെ അവന്റെ ജീവൻ മാത്രം അതെനിക്ക് വേണമെന്ന് അവൻ മാസായിട്ട് പറയും. അതിന് കാഗസ് പറയും നീ സൂക്ഷിച്ചു വേണം ഓരോ അടിയും മുമ്പോട്ട് വെക്കാൻ. ആസുമ അവൻ നിസ്സാരക്കാരനല്ലാന്ന് പറയുമ്പോ അതിന് ഹീഡൻ പറയും അവൻ ആരാണെങ്കിലും എനിക്കൊന്നുമില്ലാന്ന് പറഞ്ഞ് ഒരു ട്രയാങ്കിളും സർക്കിളും അവിടെ വരയ്ക്കാൻ തുടങ്ങും. അതിന് അസുമ സെൻസായി പറയും ഷിക്കമരു ഇവിടെ നീയാണ് കറക്റ്റായിട്ട് പ്രവർത്തിക്കേണ്ടത്, അതായത് നിന്റെ ഷാഡോ ക്ലൗൺ ഉപയോഗിച്ച് അവനെ നീ ലോക്ക് ചെയ്യണം. ആ സമയത്ത് അവന്റെ തല ഞാൻ വെട്ടിയരിയും, എങ്കിലും മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ. അപ്പൊ കൊട്ടക്സ് ചോദിക്കും ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ? അതിന് ആസുമ ദേഷ്യപ്പെട്ട് പറയും വേണ്ട വേണ്ട, ഓൾറെഡി പ്ലാൻ എല്ലാം തന്നെ ഇപ്പൊ സെറ്റാണ്. ആസുമ പറയും നീ ഷിക്കമരുവിന് ബാക്കപ്പ് ആയിട്ട് നിൽക്കണം, ആദ്യം ഞാൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാം, പിന്നീട് നിങ്ങൾ കറക്റ്റായിട്ട് ഇടപെടണം, ഇതാണ് കറക്റ്റ് ടൈം. ഇപ്പൊ ഇവരുടെ കഥ കഴിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ ആപത്താണ്, പിന്നീട് അവർ ലീഫ് വില്ലേജിലേക്ക് വന്ന് നമ്മുടെ ഗ്രാമം പോലും തകർത്ത് കളയും. ചില സമയങ്ങളില് തീർച്ചയായിട്ടും നമ്മൾ റിസ്ക് മൂവ് എടുക്കണമെന്ന് പറയുമ്പോ ഷിക്കമരു ആവട്ടെ ഇപ്പൊ ഒരു സെക്കൻഡ് അസുമ മാസ്റ്റർ ചെസ് കളിയിൽ റിസ്ക് മൂവ് നടത്തിയത് ഒന്ന് ആലോചിക്കും. അത് ഷിക്കമരു ചോദിക്കുമ്പോ അതിന് അസുമ പറയും നമ്മളുടെ കിങ്ങിനെ രക്ഷിക്കാനായിട്ട് നമ്മൾ ഉറപ്പായിട്ടും റിസ്ക് മൂവ് എടുത്തേ തീരൂ. കട്ട് ചെയ്താ ഇപ്പൊ ഷിക്കമരു ചിന്തിക്കും ഒരു പക്ഷേ മാസ്റ്റർ തന്റെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്യാൻ പോവാണോ, എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അത് ഉടനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വലിയ ആപത്താണ്. ആക്ച്വലി ഷിക്കമരുവിന് ആ ഒരു സോഗി ഗെയിം പോലും പഠിപ്പിച്ചു കൊടുത്ത ആസുമയാണ്. ഷിക്കമരുവിന് തുടക്കത്തില് ആ ഒരു ഗെയിം അത് തീരെ ഇഷ്ടമല്ലായിരുന്നു. മാസ്റ്റർ പറയും ഇതൊരു അടിപൊളി ഗെയിമാണ്, ഇത് നീ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ബ്രെയിനിന് നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടാവും, ഈ ഒരു ബുക്ക് അതുപയോഗിച്ച വളരെ എളുപ്പത്തില് നിനക്ക് ഈ ഗെയിം അത് കളിച്ചു പഠിക്കാൻ കഴിയും. അതിന് ഷിക്കമരു പറയും ഒരു 10 മിനിറ്റ് സമയം താ, ഞാൻ അതിനുള്ളില് ഇത് മുഴുവൻ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് കളിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ ഹായ് ആയിട്ട് ഇപ്പൊ പുറത്തേക്ക് പോകും. 10 മിനിറ്റ് കഴിഞ്ഞ് ഷിക്കമരു തിരിച്ചു വന്ന് ആ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങും. ഓരോരോ കളിയിലും ഇപ്പൊ ഷിക്കമരു ആവട്ടെ ഞൊട്ടിയിടയില് മാസ്റ്ററെ തോൽപ്പിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിക്കമരു ചോദിക്കും ഞാൻ ജയിക്കാൻ വേണ്ടി മാസ്റ്റർ അറിഞ്ഞുകൊണ്ട് കളിയിൽ എനിക്ക് തോറ്റു തരാണോ? അതിന് മാസ്റ്റർ പറയും ഒരിക്കലുമല്ല, നിന്റെ സ്കില്ല്
നോളജ് അത് കൂടിക്കൂടി വന്നാണ് ഇപ്പൊ നീ എന്നെ ഓരോ കളിയിലും തോൽപ്പിക്കുന്നത്. മാസ്റ്റർ തോറ്റുപോയിട്ടും മാസ്റ്ററിന് യാതൊരു വിഷമവും ഇല്ലേ? അതിന് മാസ്റ്റർ പറയും, നീ പടയാളികളെ അടിച്ചു തോൽപ്പിച്ചതില് യാതൊരു കാര്യമില്ല. മെയിൻ ആളെ തൂക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് ജയിക്കാൻ കഴിയൂ. അപ്പൊ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് ഷിക്കമാര് പറയും, ഞാൻ വളരെ കാമായിട്ട് കളിച്ച് ആ ഒരു മെയിൻ ആളെ ഞാൻ നൈസായിട്ട് പൊക്കുമെന്ന് ഇപ്പൊ മാസ്റ്ററിനോട് പറയും. ഇപ്പൊ ഷിക്കമൊരു ചിന്തിക്കും, നമുക്ക് സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഇപ്പൊ ആരുമില്ല. നമ്മുടെ കയ്യില് ആകെയുള്ളത് 3 ഷിനോബീസ് ആണ്. അതിൽ ആസുമ മാസ്റ്റർ ആണ് ഇപ്പൊ സാക്രിഫൈസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ആസുമ മാസ്റ്റർക്ക് ഒരുപാട് നേരം അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം എനിമി അവൻ വളരെയധികം പവർഫുൾ ആണ്. അതുകൊണ്ട് ഞാൻ തന്നെ എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് ഒരു മൂവ് ഇവിടെ നടത്തണം. നമ്മുടെ മേജർ പീസ് അത് വളരെ കറക്റ്റ് ആയിരിക്കണം. മൂവ്മെന്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാ തീർച്ചയായിട്ടും ഇവൻ നമ്മുടെ കഥ കഴിക്കും. അപ്പൊ ഷിക്കമൊരു പറയും, ക്ലൈമിംഗ് സിൽവർ, നമുക്ക് ആ മൂവ്മെന്റ് യൂസ് ചെയ്തൂടെ? അതിന് മാസ്റ്റർ പറയും, ഞാനൊരിക്കലും എന്നെ സാക്രിഫൈസ് ചെയ്യില്ല, കാരണം എന്റെ കൂടെ നീയുണ്ട്. മാസ്റ്റർക്ക് ഷിക്കമൊരു ഒരുപാട് വിശ്വാസമാണ്. അവൻ എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാന് കണ്ടുവെക്കാതിരിക്കില്ല എന്ന് മാസ്റ്ററിന് ഉറപ്പാണ്. ഇവിടെ വില്ലൻ അവന്റെ ടൂൾസ് മുഴുവൻ പുറത്തെടുത്ത് നിങ്ങളുടെ പ്ലാൻ അതൊന്നും നടക്കാൻ പോകുന്നില്ല, എന്റെ ടൂൾസിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഇവിടെ നമ്മുടെ ആൾക്കാരാവട്ടെ അവർക്ക് ടെൻഷനായിട്ട് ഇപ്പൊ ചുറ്റും നോക്കാൻ തുടങ്ങും. കാരണം ഇവൻ മാത്രമല്ല, ഇവന്റെ കൂടെ തന്നെ ആ ഒരു കാഗസു എന്ന് പറഞ്ഞ വില്ലനും ഉണ്ട്. ഉടനെ അസുമ മാസ്റ്റർ തന്റെ ബ്ലേഡില് ചക്ര പവർ കൊണ്ടുവരും. മാസ്റ്റർ ചാടി ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങും. ഹീഡൻ ആവട്ടെ അവന്റെ ടൂൾസുമായിട്ട് ഇപ്പൊ മാസ്റ്റർ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. അപ്പൊ ഷിക്കമൊരു അവന്റെ ഷാഡോ ക്ലൗൺ പവർ എടുത്ത്, നിന്റെ നിഞ്ച ടൂൾസ് അത് അടിപൊളിയാണെന്ന് പറഞ്ഞ് വില്ല വീണ്ടും ആസുമയായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ഇവിടെ ആസുമ അവന്റെ നിഞ്ച ബ്ലേഡ് എടുത്ത് അറഞ്ചം പൊറഞ്ഞ വെട്ടാണ്. പക്ഷെ വില്ലൻ അസുമയെ ഇപ്പൊ വെട്ടിത്തെരിപ്പിച്ച് ആളുടെ ടൂൾ എടുത്ത് അവന്റെ നേർക്ക് വലിച്ചെറിയും. ഷിക്കമരു ആവട്ടെ ഷാഡോ ക്ലൗൺ ജിപ്സ് ഉപയോഗിക്കുമ്പോ അവനെ പ്രൊട്ടക്ട് ചെയ്ത് ബാക്കി 2 നിഞ്ചകളും അങ്ങനെ കവർ ചെയ്ത് നിൽക്കും. ഇവിടെ ആസുമയ്ക്ക് ഇപ്പൊ ഷിക്കമരു അവനെ ഹെൽപ്പ് ചെയ്യുമ്പോ ഒരുപാട് സന്തോഷാവും. അവന്റെ ഷാഡോ ക്ലൗൺ ഉള്ളതുകൊണ്ട് എന്റെ അറ്റാക്ക് അത് വളരെ എഫക്റ്റീവ് ആണ്. ഇവിടെ ഷിക്കമരു ചിന്തിക്കും, ഇങ്ങനെ പോയാല് എന്റെ ചക്രം മുഴുവൻ വെറുതെ വേസ്റ്റ് ആവും. റിയൽ ബാറ്റിൽ തുടങ്ങി അവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം. വില്ലൻ ഓടി അടുത്തെത്തുമ്പോ ഇപ്പൊ അസുമ മാസ്റ്റർ ആവട്ടെ ചിരിക്കോയുടെ ആ ഒരു ബ്രഹ്മാണ്ഡ ജിപ്സും എടുക്കും. അസുമ ബുദ്ധനെ ക്രിയേറ്റ് ചെയ്ത് ആളുടെ സ്ട്രോങ് കൈ വെച്ച് വില്ലനെ ഇട്ടിച്ച് തെറിപ്പിക്കും. വില്ലൻ തെറിച്ചു പോയി വീഴുമ്പോ ഇപ്പൊ അസുമ പറയും, ഇതെന്റെ മൂവ്മെന്റ് അല്ല, മറിച്ച് ചിറിക്കോയുടേതാണ്. അതിന് കാഗസ് വിളിച്ചു പോവും, അവര് നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അവര് ലീഫ് വില്ലേജിലെ ഷിനോബികളാണ്. അതിന് ഇവൻ ദേഷ്യപ്പെട്ട് പറയും, എനിക്കതൊന്നും കാര്യമല്ല, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അവൻ ചാട്ട വലിച്ചൂരി ഇപ്പൊ ഷിക്കമരുവിനെയും ആസുമയും നോക്കി ചിരിക്കും. നിങ്ങളുടെ 2 പേരുടെയും കോംബോ അത് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ ടീം വർക്ക് അത് നിങ്ങളുടെ ഫൈറ്റിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോ ബാക്കി 2 ഷിനോബീസ് അവര് ടെൻഷനായിട്ട് അവരിപ്പൊ കാഗസുവിനെ നോക്കി നിൽക്കും. കാരണം ഒരു പക്ഷേ അവൻ അറ്റാക്ക് ചെയ്താല് നമ്മുടെ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വില്ലൻ അവന്റെ ചാട്ട അത് വലിച്ചൂരി ഇപ്പൊ ഷിക്കമരുവിന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ വില്ലൻ അവൻ കറങ്ങി തിരിഞ്ഞ് അവന്റെ ടൂൾ ഉപയോഗിച്ച് അസുമയുടെ മുഖത്ത് വെട്ടി പരിക്കേൽപ്പിക്കും. രക്തം തുളുമ്പി അസുമ വേദനയില് അവന്റെ കത്തി വലിച്ചെറിയുമ്പോ വില്ലൻ ഓടി വന്ന് ഇപ്പൊ ആ സർക്കിളിൽ കയറി നിന്ന് എന്തോ ഒരു ജിപ്സ് ഉപയോഗിക്കും. അവൻ ഒരുപാട് ഗ്യാസ് അവിടേക്ക് സ്പ്രെഡ് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് തീ ഊതി കത്തിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.